ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഡേറ്റ്സ് ചേർത്ത ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പുറത്ത് പണികൾ നടക്കുന്നതിനാൽ ഈ വീഡിയോയ്ക്ക് വോയിസ് ഞങ്ങൾ പിന്നീടാണ് കൊടുത്തത്. അതിനായിട്ട് ഞാൻ ഒരു 10-15ഓളം നാരങ്ങ നേരത്തെ വാട്ടി വെച്ചിരുന്നു. 15ഓളം ഈന്തപ്പഴവും എടുത്തു കേട്ടോ. നമ്മുടെ നാരകത്തിൽ നിന്ന് തന്നെ പലപ്പോഴായി വീണ് കിട്ടിയ നാരങ്ങ എല്ലാം കൂടെ എടുത്തു വെച്ചത് ആണ് ഇത്. ആ നാരങ്ങ പെറുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇതുപോലെയുള്ള നാരങ്ങകളാണ് വീണ് കിട്ടുന്നത്. അതിനായിട്ട് ആദ്യം നമ്മുടെ കടായി എടുത്ത് അടുപ്പേ വെച്ച് തീ കത്തിച്ചു. അതിനായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ വേണേ, അതെടുത്ത് ഒഴിക്കണം. അതിനായിട്ട് കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. നാരങ്ങാച്ചാറിന് എപ്പോഴും നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കണം. പക്ഷേ മറ്റേ നമ്മുടെ നെല്ലിക്കാച്ചാറിന് ഇത് ഉപയോഗിക്കരുത്. ഞാൻ തീ ഉണ്ടോയെന്നൊക്കെ നോക്കുക. ചിലപ്പോൾ ഞാൻ തീ കത്തിക്കാൻ മറന്നു പോവും. ചൂടായ എണ്ണയിലേക്ക് ഒരു സ്വല്പം ഉലുവ നമുക്കിട്ട് കൊടുക്കാം. അപ്പോഴും എനിക്ക് സംശയമാണ് തീ ഉണ്ടോയെന്ന്. എനിക്ക് ഉലുവാപ്പൊടി ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഉലുവ മുഴുവനോടുള്ളത് ഇടുന്നത്. അത് പൊട്ടട്ടോ കേട്ടോ അവിടെ കിടന്ന്. ഇന്നും എണ്ണ ശരിക്കും അങ്ങോട്ട് ചൂടായില്ല കേട്ടോ. അതിൻ്റെ ബ്ലോയ് ഇച്ചിരി കുറവാണ്. അതാ എപ്പോഴും ഇങ്ങനെ. എണ്ണയൊക്കെ ചൂടായി, ഉലുവ ഒക്കെ പൊട്ടാൻ തുടങ്ങിയേ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കണം. ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഉലുവ ശരിക്കേ മൂത്തില്ല, അന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇടാവേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ വെളുത്തുള്ളിയുടെ കൂടെ ഇട്ടു. ഇനി അത് രണ്ടും കൂടെ അവിടെ കിടന്നങ്ങോട്ട് മൂക്കട്ടെ. അതിനായിട്ട് ഒരു 3 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിനോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി എല്ലാം കൂടെ കിടന്ന് അവിടെ ഒന്ന് മൂക്കട്ടെ. ഇതിനായിട്ട് എണ്ണയൊക്കെ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളേ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കുറച്ചുകൂടിയൊക്കെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. അതെ, ശരിക്കും ഈ അച്ചാറിന് ഇച്ചിരി കളർ കുറവ് പോലെ നിങ്ങൾക്ക് തോന്നും. അത് ഈ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് കാശ്മീരി ചില്ലി എൻ്റെ കയ്യിലില്ല. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിലേ നല്ല കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കൂട്ടി ഇവിടെ മൂപ്പായി വരുന്നുണ്ട്. അതിൻ്റെ മണമൊക്കെ അടുക്കള മുഴുവൻ പരക്കുന്നുമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് വേണ്ടത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 15ഓളം നാരങ്ങായ, പിന്നെ അതിന് ചേർന്ന ഒരു 15 ഈന്തപ്പഴം, ഉലുവ, കായപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഞാൻ അതിലേക്കൊരു 3-4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കാശ്മീരി ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാവേ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നമ്മുടെ സ്വന്തം മഞ്ഞളാണ്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ കുറവെന്ന് തോന്നിയാൽ ഒഴിക്കുക കേട്ടോ. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം.
ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എല്ലാം കൂടെ അവിടെ കിടന്ന് അങ്ങോട്ട് മൂക്കട്ടെ. അതിലോട്ട് കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സ് ചേർക്കണം കേട്ടോ. അത് ആ ഡേറ്റ്സിലോട്ട് ഞാനൊരു സ്വല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചായിരുന്നേ, അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാട്ടോ. അതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ചുവ്വെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അവിടെ കിടക്കട്ടെ കേട്ടോ. വേണമെങ്കിൽ മാത്രം ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കേടാകുമൊന്നുമില്ല അങ്ങനെയൊന്നും. ഇതെല്ലാം ആയി കഴിയുമ്പോഴേ സ്വല്പം പഞ്ചസാര ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിതിനകത്ത് ഈ ശർക്കരപ്പാനിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. അത് മധുരം ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. എനിക്കത് മധുരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ പഞ്ചസാര നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലല്ലോ. ശർക്കരയ്ക്ക് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇച്ചിരി ശർക്കരപ്പാനിയും കൂടെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി അതെല്ലാം കൂടെ അവിടെ കിടന്ന് ഒരു പാകമാകട്ടെ. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അവിടെ കിടന്ന് നന്നായിട്ട് ഒന്ന് സെറ്റാകട്ടെ കേട്ടോ. ഏറെക്കുറെ പാകമായി വന്നിട്ടുണ്ടേ. അത് ഏറെക്കുറെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ അതിലോട്ട് ഇടുക കേട്ടോ. അതിനുശേഷം അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നാരങ്ങായും ഒക്കെ ആയിട്ട് ശർക്കരപ്പാനിയൊക്കെ ആയിട്ട് അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്വല്പം നല്ലെണ്ണയും കൂടെ നമ്മൾ നേരത്തെ ഒഴിച്ചില്ലേ, ആ നല്ലെണ്ണയിൽ കൂട്ട് ഒരു സ്വല്പം കൂടെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അതിനാന്ന് വെച്ചാൽ ഒരു ശകലം കുറവുള്ള പോലെ എനിക്ക് തോന്നിയേ. കുറച്ച് കൂടുതൽ നാളത്തേന് വെച്ചേക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏറ്റവും അവസാനം നമുക്ക് ഇതിലോട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഏറ്റവും അവസാനം ചേർത്താൽ മതിയേ. അത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കായപ്പൊടി ഇട്ടല്ലോ, അതും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വരട്ടുക കേട്ടോ. ഇനി നമുക്കേ ഇത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാവോ എന്നൊക്കെ അറിയണ്ടേ. ഞാൻ തന്നെയാണ്, എന്നാലുമേ കുഴപ്പമില്ല, ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ടേ. വേണമെങ്കിൽ ഇതിനോട്ട് കുറച്ച് അന്നേരം എടുക്കാനാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ. എനിക്ക് വെച്ചേക്കാനാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറുക്കിയൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡിയായേ. തക്കാളി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.